കുട്ടികളോട് ഒരിക്കൽ പോലും പറയാൻ പാടില്ലാത്ത വാക്കുകളും കൂടുതൽ ആളുകൾ പറയുന്നതുമായ ചില വാക്കുകൾ. ചില വാക്കുകൾക്ക് വാളിനേക്കാൾ മൂർച്ചയുണ്ട്. ചില വാക്കുകൾ കുട്ടികളുടെ ജീവിതത്തെ, ഭാവിയെ തന്നെ നശിപ്പിച്ചു കളയും. കുട്ടികളുടെ മനസ്സിനെയും പഠനത്തെയും ഒക്കെ അത് ബാധിക്കും. ഞാൻ പറയാൻ പോകുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തേത്, രണ്ടാമത്തെ കുട്ടി ജനിക്കാനിരിക്കെ അല്ലെങ്കിൽ രണ്ടാമത്തെ കുട്ടി ജനിച്ച ഉടനെ നമ്മൾ മുതിർന്ന കുട്ടിയോട് നമ്മൾ പറയും, ഇനി നിന്നെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ചെറിയ വാവയുണ്ട്, കുഞ്ഞു വാവയുണ്ട്, ആ കുഞ്ഞു വാവയെ മതി, നിന്നെ എനിക്ക് വേണ്ട എന്ന് പറയും. അപ്പോൾ ആ പറച്ചിലൂടെ നമ്മൾ തമാശക്കായി കുട്ടിയോട് പറയുക, പക്ഷേ ആ കുട്ടിയുടെ മനസ്സിൽ ഞാൻ എന്നെ സുരക്ഷിതനല്ല, എനിക്ക് വേണ്ട സ്നേഹവും പരിചരണവും കെയറിങ്ങും എൻ്റെ രക്ഷിതാക്കളിൽ നിന്ന് ലഭിക്കില്ല എന്ന ചിന്തയിൽ നിന്ന് ആ കുട്ടി രക്ഷിതാക്കളിൽ നിന്ന് അകന്നു തുടങ്ങും. മാത്രവുമല്ല, ഈ കുട്ടിയോട് വെറുപ്പും വിദ്വേഷവും അസൂയയും തുടങ്ങി കുട്ടിയെ ആക്രമിക്കാനും തല്ലാനും അതുപോലെ കൊലയിൽ വരെ എത്തിച്ചേർന്ന സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അതിന് പകരം രണ്ടാമത്തെ കുട്ടി ജനിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ജനിച്ച ഉടനെ കുട്ടിയോട് പറയേണ്ടത് ഇങ്ങനെയാണ്: മോന് കളിക്കാനും കളിപ്പിക്കാനും ആ കുട്ടിയെ നോക്കേണ്ടതൊക്കെ മോനാണ്, മോൻ്റെ കുഞ്ഞാണ് അല്ലേ? അപ്പോൾ ആ രൂപത്തിൽ ശുഭപ്രതീക്ഷ ആ കുട്ടിക്ക് കൊടുത്താൽ, നല്ല വാക്ക് ആ കുട്ടിക്ക് കൊടുത്താൽ കുട്ടിക്ക് സന്തോഷവും ഉണ്ടാകും, ഒരു പ്രതീക്ഷയുണ്ടാകും. ആ കുട്ടി ജനിച്ച ഉടനെ കുട്ടിയെ നോക്കാനും കളിപ്പിക്കാനും അതുപോലെ കൂടെ കൊണ്ട് നടക്കാൻ ആ കുട്ടി തയ്യാറാകും. അതുകൊണ്ട് ആ വാക്കുകൾ പറയുന്നതിന് പകരം നമ്മൾ ഈ വാക്കുകൾ ഉപയോഗിക്കുക. രണ്ടാമത്തത്, നമ്മൾ പൊതുവെ കുട്ടികളോട് പറയും, ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി, ഞാൻ പറഞ്ഞത് സ്വീകരിച്ചാൽ മതി, ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെ അനുസരിച്ചാൽ മതി. ഒരു ഏകപക്ഷീയമായ ഒരു ഏകാധിപത്യ സ്വരത്തിലൂടെ നമ്മൾ കുട്ടികളോട് പറഞ്ഞാൽ കുട്ടികൾ അത് സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല, കുട്ടികൾക്ക് നമ്മളോട് വെറുപ്പുണ്ടാകും, ഒരു അകൽച്ചയുണ്ടാകും. അതിന് പകരം നമ്മൾ കുട്ടികളോട് അവർ എന്തെങ്കിലും വിഷയങ്ങൾ പറയുമ്പോൾ, ചില വിഷയങ്ങൾ നമ്മൾ കൽപ്പിക്കുമ്പോൾ കുട്ടികൾ അതെന്തിനാ ഞാൻ അങ്ങനെ ചെയ്യുന്നത്, അതെന്താ ഇങ്ങനെ ചെയ്തുകൂടാക്കെ ചോദിക്കും. അപ്പോൾ കുട്ടികൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകണമെന്നില്ല. എന്നാലും കുട്ടികളുടെ ആവശ്യം എന്താണോ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ മറുപടി നൽകുകയും വളരെ സന്തോഷത്തോടുകൂടി കുട്ടികൾക്ക് കൽപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾ അത് തീർച്ചയായും അവർ സ്വീകരിക്കും. അതുപോലെ മൂന്നാമത്തെ ഒരു വാക്കാണ് നമ്മൾ പൊതുവേ കുട്ടികളോട് പറയാനുള്ള വാക്കുകൾ. അച്ഛൻ വരട്ടെ, അല്ലെങ്കിൽ സ്കൂള് തുറക്കട്ടെ, മദ്രസ തുറക്കട്ടെ, നിന്റെ അധ്യാപകനെ ഞാൻ കാണട്ടെ, നിന്റെ ഇക്കാക്ക വരട്ടെ എന്ന രൂപത്തിൽ നമ്മൾ കുട്ടികളോട് പറയുമ്പോൾ അവിടെ കുട്ടിയുടെ മനസ്സിൽ ഉദിക്കുന്ന ഒരു ചോദ്യം, ഈ എന്ത് കാര്യവും ഞാൻ ഉമ്മ പറഞ്ഞാൽ ഞാൻ സ്വീകരിക്കേണ്ടതില്ല, പാപ്പ പറഞ്ഞാലോ അധ്യാപകൻ പറഞ്ഞാലേ സ്വീകരിക്കേണ്ടതുള്ളൂ. മാത്രവുമല്ല, ഈ അധ്യാപകനും ഈ ഇക്കാക്കയും അതുപോലെ ഉസ്താദുമൊക്കെ ഈ കുട്ടിയുടെ മനസ്സിൽ ഒരു പേടി, ഒരു ഭീകരമായ ഒരു മുഖമായി പതിയും. അവരിൽ നിന്ന് മറഞ്ഞു നിൽക്കാനും അവർ വീട്ടിലേക്ക് വരുന്നതും സ്കൂളിലേക്ക് പോകുന്നതും കുട്ടിക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങളായി മാറും. ഈ വാക്കുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ഭയപ്പെടുത്തുന്ന വാക്കുകൾ നമ്മൾ അവസാനിപ്പിക്കുക. മറ്റൊരു വാക്കാണ് നമ്മൾ അൺഹെൽത്തി കമ്പയറിങ്. നമ്മൾ കൂടുതൽ ഉമ്മമാരും പറയുന്നതും രക്ഷിതാക്കൾ പറയുന്ന വാക്കാണ് കുട്ടികളോട്: നീ നിന്റെ ജ്യേഷ്ഠനെ കണ്ട് പഠിക്കും, അല്ലെങ്കിൽ അനുജനെ കണ്ട് പഠിക്കും, അല്ലെങ്കിൽ നിന്റെ കൂട്ടുകാരനെ കണ്ട് പഠിക്കും, അവർ എത്ര നല്ല കുട്ടികളാണ്, അവർ നന്നായി പഠിക്കുന്നു, അവരെ പോലെ നിനക്ക് ആയിക്കൂടെ, എന്താ നീ ഇങ്ങനെ? അതുപോലെ അയൽവാസി ആയ കുട്ടിയെ ചൂണ്ടിക്കാണിച്ച് നമ്മൾ പറയും, അവനെ പോലെ നീ ആകും. ഇവിടെ എന്താണ് ഈ ഒരു മറ്റുള്ള കുട്ടികളുമായി നമ്മളെ കുട്ടികളെ താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് ഒരു ഗുണവുമില്ല എന്ന് മാത്രമല്ല വലിയ ദോഷമാണ്. അതായത് കുട്ടിയുടെ മനസ്സിൽ ഐ ആം നോട്ട് ഓക്കെ, ഹീസ് ഓക്കെ, ഷീസ് ഓക്കെ, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, അവനാണ് എല്ലാത്തിനും കൊള്ളുന്നവൻ, എനിക്കൊന്നിനും പറ്റില്ല, കാരണം ഉമ്മയും ഉപ്പയും എൻ്റെ രക്ഷിതാക്കളാണ്, ഞാനൊന്നിനും പറ്റില്ല, ഞാൻ അവനെ പോലെ ആകണം, എന്നെ ഇവർ മനസ്സിലാക്കുന്നില്ല, എൻ്റെ കഴിവുകൾ ഇവർ തിരിച്ചറിയുന്നില്ല, എൻ്റെ താല്പര്യം ഇവർ മനസ്സിലാക്കുന്നില്ല, അതുകൊണ്ടാണല്ലോ അവനെ പോലെ ആകണമെന്ന് പറയുന്നത്. മാത്രമല്ല, നമ്മൾ ആരെയാണോ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് കുട്ടിയോട്, ജ്യേഷ്ഠന്മാരെയോ അല്ലെങ്കിൽ കൂട്ടുകാരെയോ ആണെങ്കിൽ ആ കൂട്ടുകാരോടും ജ്യേഷ്ഠാഞ്ജന്മാരോടും വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവും കൂടി വലിയ പ്രശ്നത്തിലേക്ക് എത്തിക്കാം. നമ്മളിൽ നിന്ന് ഈ കുട്ടി അകന്നു പോവുകയും ചെയ്യും. അതുകൊണ്ട് അൺഹെൽത്തി കമ്പയറിങ് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. അത് തീർച്ചയായും അവസാനിപ്പിക്കുക. അതുപോലെ മറ്റൊന്നാണ്, കൂടുതൽ രക്ഷിതാക്കൾക്കും അമിതമായ പ്രതീക്ഷ കുട്ടികളിൽ. എൻ്റെ കുട്ടി ഇങ്ങനെ ആവണം, എൻ്റെ കുട്ടി ഈ ഒരു ലെവലിൽ എത്തണം. പക്ഷെ കുട്ടിക്ക് എത്രത്തോളം കഴിവുണ്ട്, കുട്ടിയുടെ താല്പര്യം എന്താണ്, കുട്ടി ഏത് തരം കുട്ടിയാണ് എന്നൊന്നും മനസ്സിലാക്കാതെ നമ്മളുടെ സ്വപ്നങ്ങൾ കുട്ടികളിലൂടെ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് വലിയ അബദ്ധത്തിലേക്ക് എത്തുന്നത്. പരീക്ഷയുടെ റിസൾട്ട്, മാർക്ക്, ഇതൊക്കെ കുട്ടികൾക്ക് കൂടുതൽ പൂർണ്ണമായി 100% മാർക്ക് ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, കിട്ടിയില്ലെങ്കിൽ
കുട്ടികളെ കുറ്റപ്പെടുത്തുകയും പല കുട്ടികൾ ആത്മഹത്യ വരെ ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് കുട്ടികളുടെ കഴിവും കുട്ടികളുടെ താല്പര്യവും പരിഗണിച്ച് നമ്മൾക്ക് ഇങ്ങനെ കുട്ടികളോട് പറയാം, നിനക്കൊന്നും കഴിയില്ല, നിനക്കൊന്നും സാധിക്കില്ല എന്ന് കുട്ടിയോട് പറയുന്നതിന് പകരം, സാരമില്ല മോൻ ഇത്രയും പഠിച്ചല്ലോ, ഇത്ര മാർക്ക് മോന് ലഭിച്ചല്ലോ, അടുത്ത പ്രാവശ്യം കൂടുതൽ പഠിച്ചാൽ കൂടുതൽ വിജയിക്കാൻ മോന് കഴിയും, അച്ഛൻ അമ്മ ഉമ്മ ഉപ്പ മോൻ്റെ കൂടെയുണ്ട്, മോൻ വിഷമിക്കേണ്ടതില്ല എന്ന് പോസിറ്റീവായ കമൻറ്റ് പറഞ്ഞാൽ ആ കുട്ടി കൂടുതൽ പഠിക്കാനും കൂടുതൽ ഉയരത്തിലെത്താനും ശ്രമം നടത്തും. അതുപോലെ മറ്റൊരു വാക്കാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്, കുട്ടികളുടെ പ്രകൃതിയെയും ആകൃതിയെയും സൂചിപ്പിച്ചുകൊണ്ട് പറയുക. ചിലപ്പോൾ കുട്ടിയോട് നേരിട്ട് പറഞ്ഞുകൊള്ളണമെന്നില്ല, അധ്യാപകന്റെ മുമ്പിലോ കുടുംബക്കാരുടെ മുമ്പിലോ. ഈ കല്യാണ അന്വേഷണം വന്നു കഴിഞ്ഞാൽ അനുജത്തിക്ക് നല്ലൊരു ബന്ധം വന്നു, അപ്പോൾ നമ്മൾ ജ്യേഷ്ഠത്തിക്ക് ബന്ധങ്ങൾ ലഭിച്ചില്ല, തടസ്സങ്ങളുണ്ട്, ഭംഗിക്കുറവാണ്, കറുത്ത കുട്ടിയാണ്, അപ്പോൾ നമ്മൾ ആ കുട്ടി കേൾക്കുന്ന രൂപത്തിൽ പറയും, അവൾ കുറച്ച് കറുത്തിട്ടാണ്, അല്പം മെലിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ പഠനത്തിൽ പിന്നിലാണ്, മറ്റുള്ള ജ്യേഷ്ഠന്മാരൊക്കെ ഉഷാറാണ്, ഇവൾ മാത്രം എന്താ ഇങ്ങനെയെന്ന് അറിയില്ല, എൻ്റെ എല്ലാ മക്കളും ഉഷാറാണ്, ഇവളെന്താ ഇങ്ങനെ അറിയില്ല. അത് ആ കുട്ടിയുടെ ആത്മധൈര്യം നഷ്ടപ്പെടുകയും നമ്മളിൽ നിന്ന് അകന്നു പോവുകയും കുട്ടിക്ക് ഒരു സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടാനും ഒറ്റയ്ക്കിരിക്കാനുമുള്ള ഒരു പ്രവണത തോന്നും, ആത്മഹത്യയിൽ വരെ എത്തിച്ചേരാം. അതുകൊണ്ട് അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കുക, ഒരു നിലക്കും പറയാൻ പാടില്ല. അതുപോലെ മറ്റൊരു വാക്കാണ് നമ്മൾ സാധാരണഗതിയിൽ കുട്ടികളോട് പറയുന്നത്, നിന്നെക്കൊണ്ട് ഞാൻ തോറ്റു, എത്ര കാശാണ് നിനക്ക് വേണ്ടി ചെലവഴിച്ചത്, എത്ര പണമാണ് നിനക്ക് ചെലവഴിച്ചത്, എന്തെല്ലാമാണ് നിനക്ക് വാങ്ങിത്തത്, നമ്മൾ കുട്ടികൾക്ക് കൊടുത്തത് കണക്ക് പറയുക. അപ്പോൾ കുട്ടികളുടെ മനസ്സിൽ തോന്നുന്നത്, ഇപ്പോൾ ഓൾറെഡി ഞാൻ ഭാരമായി തീർന്നിരിക്കുന്നു, അതുകൊണ്ട് ഇനി ഞാനൊന്നും ചോദിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല. കുട്ടി നമ്മളോടൊന്നും തുറന്നു പറയില്ല, എവിടെ നിന്നാണോ ക്യാഷ് കിട്ടുന്നത് അവിടത്തേക്ക് കുട്ടിയുടെ മനസ്സ് മാറും. ആ കുട്ടി പതുക്കെ ഒരു മോഷണ സ്വഭാവമുള്ള കുട്ടിയായി മാറും. മാത്രവുമല്ല, മുതിർന്ന ഒരു പ്രായത്തിലെത്തുമ്പോൾ നമ്മളെ നോക്കേണ്ട ഒരു പ്രായത്തിൽ ആ കുട്ടി നമ്മളെ അവഗണിക്കുകയും അക്രമ പ്രവർത്തനം നടത്തുന്നവനായി മാറുകയും ചെയ്യും. അനൻകാസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആ ഒരു സ്വഭാവത്തിലേക്ക്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാക്കുകൾ ഒരിക്കലും നമ്മൾ കൊടുത്ത കാര്യങ്ങൾ കുട്ടികളോട് ഒരു ഭാരമാകുന്ന രൂപത്തിൽ ചെലവ് പറയാൻ പാടില്ല. അതുപോലെ മറ്റൊരു വിഷയമാണ്, നമ്മൾ ചെറിയ കുട്ടികൾ കരയുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ ബഹളം ഉണ്ടാക്കുമ്പോൾ വാശി പിടിക്കുമ്പോൾ നമ്മൾ ഇതാ വാപ്പ വിളിക്കുന്നു, ഇതാ ഉമ്മ വിളിക്കുന്നു, ഇതാ ഇക്കാക്ക വിളിക്കുന്നു. ഇക്കാക്ക വിളിക്കുന്നില്ല എന്ന് ഉമ്മാക്കും അറിയാം, കുട്ടിക്കും അറിയാം, പക്ഷെ നമ്മൾ കളവ് പറയുകയാണ്. അതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ, ഇതാ കാക്ക കൊണ്ടുപോയി, ഇതാ കുറുക്കൻ കൊണ്ടുപോയി, ഇതാ ജോയി കൊണ്ടുപോയി, ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ മാറ്റി വെച്ച് നമ്മൾ കുട്ടികളോട് അങ്ങനെ പറയും. പക്ഷെ കുട്ടിക്കറിയാം കൊണ്ടുപോയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ നമ്മൾ തമാശക്കാണ് പറയുന്നതെങ്കിലും കളവ് പറയുന്നതിനുള്ള ഒരു അംഗീകാരം നൽകുകയാണ്. തമാശയ്ക്ക് പോലും നമ്മൾ അത്തരത്തിലുള്ള വാക്കുകൾ കുട്ടികളുടെ മുമ്പിൽ പറയരുത്, കുട്ടികളോട് പറയാനും പാടില്ല. മറ്റൊരു വാക്കാണ് ഉമ്മയെ അല്ലെങ്കിൽ ഉപ്പയെ കുട്ടികളുടെ മുമ്പിൽ നമ്മൾ കുറവാക്കി കാണുക, ഉമ്മയെ കുറ്റം പറയുക. അപ്പോൾ അവിടെ കുട്ടി മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ വാപ്പ സ്നേഹിക്കേണ്ടത് ഉമ്മയാണ്. അതുപോലെ ഉമ്മ ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കേണ്ടത് വാപ്പയോടാണ്. ആ വാപ്പയുടെ കുറ്റമാണ് എന്നോട് ഉമ്മ പറയുന്നത്, ആ ഉമ്മയുടെ കുറ്റമാണ് എന്നോട് വാപ്പ പറയുന്നത്. ഇവർ തന്നെ തമ്മിൽ സ്നേഹമില്ല, എനിക്ക് എവിടുന്ന് സ്നേഹം കിട്ടും? അപ്പോൾ ആ കുട്ടി സ്നേഹമില്ലാത്ത അക്രമ സ്വഭാവമുള്ള കുട്ടിയായി മാറും കുടുംബത്തിൽ. അതുകൊണ്ട് കുട്ടികളുടെ മുമ്പിൽ ഒരിക്കലും ഉമ്മയെ കുറവാക്കിയോ വാപ്പയെ കുറവാക്കിയോ പറയാൻ ഒരിക്കലും പാടില്ല. ഉമ്മയും ഉപ്പയും രണ്ടും രണ്ട് ചേരിയും. ഉമ്മയോട് വന്ന് കുട്ടി ചോദിക്കുന്നു, ഞാൻ കളിച്ചോട്ടെ? അപ്പോൾ കുട്ടി പറയും, വാപ്പ പറയും വേണ്ട വേണ്ട. ഉമ്മ പറയും ആ പോയിക്കോ. രണ്ടാളുകൾ രണ്ട് രീതിയിലാണ് സമ്മതം കൊടുക്കുന്നത്. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ വ്യത്യസ്തമായ രൂപത്തിലാകരുത് നമ്മുടെ ആ രീതി. അത് കുട്ടികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുകയും ആരെ അംഗീകരിക്കണം എന്നുള്ള രീതിയിലേക്ക് എത്തും. അതുപോലെ മറ്റൊരു വാക്കാണ് പെൺകുട്ടികളോട്, നമ്മളെ പ്രായമായി വരുമ്പോൾ മുതിർന്ന പെൺകുട്ടികളോട് സാധാരണഗതിയിൽ ഉമ്മമാർ പറയും, നീ പെണ്ണല്ലേ, ഇങ്ങനെയൊക്കെ ആയാൽ പറ്റൂല, നീ മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ടവളല്ലേ. അപ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ വരുന്നത് ഒരു വിവേചനമാണ്. മാത്രവുമല്ല, ഞാൻ ഈ വീട്ടിൽ നിൽക്കേണ്ടവരല്ല, ഞാൻ ഇവിടെ നിന്ന് പോകാനുള്ള സമയമായി, യഥാർത്ഥത്തിൽ എന്നെ ഭാരമായിരിക്കുകയാണ് ഇവർ, ഞാൻ മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ടവളാണ്, ഈ അംഗത്തിൽ പെട്ടവളല്ല എന്നുള്ള ചിന്ത ചില കുട്ടികളുടെ മനസ്സിലെങ്കിലും വരും. അതുകൊണ്ട് അത്തരത്തിലുള്ള വാക്കുകൾ നമ്മൾ തമാശയ്ക്ക് പോലും കുട്ടികളോട് പറയാൻ പാടില്ല. നമ്മൾ കുട്ടികളെ പ്രശംസിക്കുമ്പോൾ ചില ആളുകളെ കാണാം അമിതമായി പ്രശംസിക്കുക, വളരെ നന്നായിട്ടുണ്ട്, ഇങ്ങനെ കുട്ടിക്ക് തന്നെ ഒരു ബോറായി തോന്നും കാണുന്ന ആളുകൾ. അപ്പോൾ പ്രശംസിക്കുകയാണെങ്കിൽ അഭിനന്ദിക്കുകയാണെങ്കിൽ ഒറ്റ വാക്കുകൊണ്ടോ രണ്ട് വാക്കുകൾ കൊണ്ട് വെരി ഗുഡ്, സ്മാർട്ട്, മാഷാ, അതിങ്ങനെ ഒറ്റ വാക്കുകൊണ്ടോ രണ്ടോ കേൾക്കുന്ന കുട്ടിക്ക് തന്നെ തോന്നണം ഇത് നല്ല ഒരു രീതിയിലാണ് അഭിനന്ദിക്കുന്നത്, അതിനെ അഭിനന്ദിക്കുകയാണ്. മറ്റത് തള്ളുക അല്ലെങ്കിൽ ആക്കുക എന്നൊക്കെ പറയില്ല, ആ രൂപത്തിലാവും. പ്രശംസിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്.
നമ്മൾ കൂടുതൽ രക്ഷിതാക്കളും പറയും, കുട്ടിയെ കൊണ്ട് സഹികെട്ട ഒരവസരത്തിൽ നമ്മൾ രക്ഷിതാക്കൾ പറയും, നിന്നെക്കൊണ്ട് ഞാൻ തോറ്റുപോയല്ലോ, നിന്നെക്കൊണ്ട് എനിക്ക് വട്ടായി, ഭ്രാന്തായി, നിന്നെക്കൊണ്ട് മടുത്തു, ജീവിതം തന്നെ മടുത്തു, ഒരിക്കലും നീ വീട്ടിൽ നിന്ന് പോകണമെങ്കിൽ ഞാൻ പോകാം എന്നുള്ള രൂപത്തിലൊക്കെ വാക്കുകൾ നമ്മൾ കുട്ടികളോട് ഒരിക്കലും പറയരുത്. അതേസമയത്ത് ഇങ്ങനെ പറയാം, വാപ്പ വലിയ വിഷമത്തിലാണ്, ടെൻഷനിലാണ്, മോനെ നന്നാക്കണം, മോനെ നല്ല രൂപത്തിലാകണം, പഠിച്ച് വളരണമെന്നാണ് വാപ്പയുടെ ആഗ്രഹം, അത് സാധിക്കാത്തതിൻ്റെ പേരിൽ വാപ്പയ്ക്ക് വലിയ വിഷമമാണ് എന്ന രൂപത്തിൽ, വ്യംഗ്യമായ രൂപത്തിൽ കുട്ടികളോട് പറയാം. ഞാൻ കഴിഞ്ഞ ഷോർട്സ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, അതായത് കുട്ടികൾ അനുസരിക്കാൻ നല്ല വഴി എന്ന് പറയുന്നത് കുട്ടികളോട് കുട്ടികളെ അനുസരിക്കേട് കാണിച്ചാൽ കുട്ടികളെ വിളിച്ച് രഹസ്യമായി അവരുടെ ചെവിയിലൂടെ, വാപ്പ ഒരു കാര്യം പറഞ്ഞിരുന്നു മോനോട്, മോൻ സാധാരണഗതിയിൽ ചെയ്യാറുണ്ടല്ലോ, ചെയ്യാൻ വിട്ടുപോയതായിരിക്കും അല്ലേ, ചെയ്യണം കേട്ടോ. പിന്നെ ഇങ്ങനെയുള്ള കുസൃതി കളിക്കുന്ന കുട്ടികളെ നല്ല രക്ഷിതാക്കൾക്കും അമ്മമാർക്കും ഇഷ്ടപ്പെടില്ല. അതുപോലെ നല്ല കുട്ടികൾ അങ്ങനെ ചെയ്യാറില്ല, ഇങ്ങനെയാണ് ചെയ്യുക എന്ന രൂപത്തിൽ കുട്ടികളോട് പോസിറ്റീവായ രൂപത്തിൽ നമ്മൾ പറഞ്ഞാൽ ഏത് കുട്ടികളും അനുസരിക്കും. ആകയാൽ ഈ പറഞ്ഞ വാക്കുകൾ മുഴുവനും നമ്മൾ ഒഴിവാക്കുക. നമ്മുടെ വീഡിയോ കാണുന്ന ഓരോ ആളുകളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ മറ്റുള്ള ആളുകളിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല വിഷയങ്ങളുമായി നമ്മൾ വീണ്ടും കാണും.